നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. വരുന്ന 7 ദിവസം സംസ്ഥാനത്ത് വ്യാപകമായി നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇന്ന് വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വടക്ക് കിഴക്ക് അറബിക്കടലിനും പാകിസ്ഥാൻ തീരത്തിനും മുകളിലായി രൂപം കൊണ്ട അസ്ന ചുഴലിക്കാറ്റ് ഞായറാഴ്ച രാവിലെ വരെ ചുഴലിക്കാറ്റായി തുടരും. തുടർന്ന് സെപ്റ്റംബർ 2 ശക്തി കുറയാനാണ് സാധ്യത. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ താഴെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും മറ്റ് ജില്ലകളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചിന്നക്കനാലിലെ കൊമ്പൻ മുറിവാലൻ ചരിഞ്ഞു. ചക്കക്കൊമ്പൻ കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് അവശനിലയിലായിരുന്നു. മുറിവാലനും ചക്കക്കൊമ്പനും കഴിഞ്ഞ ദിവസം കൊമ്പ് കോർത്തിരുന്നു. ഇതിലാണ് മുറിവാലൻ കൊമ്പന് പരിക്കേറ്റത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി ചികിത്സ നൽകി വരുന്നതിനിടെയാണ് ആന ചരിഞ്ഞത്. മുറിവ് ഇൻഫെക്ഷൻ ആയതാണ് നില ഗുരുതരമാകാൻ കാരണം. ചക്കക്കൊമ്പന് പരിക്കില്ലെന്ന് ദേവികുളം റേഞ്ച് ഓഫീസർ അറിയിച്ചിരുന്നു. ചിന്നക്കനാലിൽ പ്രശ്നക്കാരായ 3 കൊമ്പന്മാരിൽ രണ്ടാമനായിരുന്നു മുറിവാലൻ. അരിക്കൊമ്പന് ശേഷം ചിന്നക്കനാലിൽ ഉണ്ടായിരുന്ന 2 കൊമ്പന്മാരാണ് ചക്കക്കൊമ്പനും മുറിവാലനും. വാണിജ്യ LPG സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചു. LPG സിലിണ്ടറുകൾക്ക് ഇന്നു മുതൽ വില കൂടും. എണ്ണ വിപണന കമ്പനികൾ വില വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് വാണിജ്യ LPG സിലിണ്ടറുകളുടെ വില ഞായറാഴ്ച മുതൽ വർദ്ധിപ്പിച്ചത്. 19 കിലോ സിലിണ്ടറിന് 39 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ സിലിണ്ടറിന് കൊച്ചിയിലെ വില 1702 രൂപയായി. LPG വിലയിലെ പെട്ടെന്നുള്ള വർധന വിവിധ മേഖലകളിലുടനീളമുള്ള ബിസിനസ്സുകളെ ബാധിക്കുമെന്നാണ് റിപ്പോർട്ട്. അമ്മയുടെ ഓഫീസിൽ പോലീസ് പരിശോധന. രേഖകൾ പിടിച്ചെടുത്തു. താരസംഘടനയായ അമ്മയുടെ ഓഫീസിൽ പോലീസ് പരിശോധന. ഇടവേള ബാബു, മുകേഷ് എന്നിവർക്കെതിരെയുള്ള കേസുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന. ഇരുവരും സംഘടനകളുടെ ഭാരവാഹികളായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ ഉൾപ്പെടെ ഇവിടെ നിന്ന് പിടിച്ചെടുത്തു. അതേസമയം തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ ഇടവേള ബാബു പ്രത്യേക അന്വേഷണ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. ഗൂഢാലോചനയുടെ ഭാഗമായി ലൈംഗികാരോപണം എന്നാരോപിച്ചാണ് പരാതി നൽകിയത്. സംവിധായകൻ ഹരിഹരൻ കുരുക്കിൽ. ചർമിള ഉന്നയിച്ച ആരോപണം ശരിവെച്ച നടൻ വിഷ്ണു. നടി ചർമിള ഉന്നയിച്ച ആരോപണത്തിൽ സംവിധായകൻ ഹരിഹരൻ കൂടുതൽ കുരുക്കിൽ. ചർമിള ഉന്നയിച്ച ആരോപണം ശരിവെച്ച നടൻ വിഷ്ണു. ചർമിള അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുമോ എന്ന് ഹരിഹരൻ തന്നോട് ചോദിച്ചുവെന്നാണ് വിഷ്ണു വെളിപ്പെടുത്തിയത്. പരിണയം സിനിമയുടെ ചർച്ചയ്ക്കിടെയായിരുന്നു ഹരിഹരൻ ചോദിച്ചത്. സീനിയർ സംവിധായകൻ ഇത്തരത്തിൽ പെരുമാറിയത് കണ്ട് ഞാനും ചർമിളയും ഞെട്ടി. ഹരിഹരനിൽ നിന്നും ഇത് പ്രതീക്ഷിച്ചില്ല. എന്നോട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാത്തവർ എന്റെ സിനിമയിൽ വേണ്ടെന്ന് ഹരിഹരൻ ഉറച്ചു പറഞ്ഞുവെന്ന് വിഷ്ണു പറയുന്നു. അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാത്തതിനെ തുടർന്ന് ചർമിളയ്ക്കും തനിക്കും ആ ചിത്രത്തിൽ അവസരം പോയെന്നും വിഷ്ണു പറഞ്ഞു.